5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം നല്ല രസകരമാണ് കാര്യം. നമ്മൾ ഒരു സിനിമ തന്നെ, ദിലീപിന്റെ ഒരു പ്രിൻസും ഫാമിലി എന്ന് പറഞ്ഞൊരു സിനിമ തന്നെ വന്നു. വളരെ രസകരമാണ്. നമുക്ക് റീച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് തെറിയും പറയും, എന്ത് അശ്ലീലവും പറയും. അത് നമ്മുടെ കൂടെ ഇരിക്കുന്നവർ കേൾക്കുന്നു. ഇതൊരു സോഷ്യൽ മീഡിയയിലാണ് ഇടുന്നത് മനസ്സിലാക്കുക. കൊച്ചുകുട്ടികൾ മുതൽ വീട്ടമ്മമാർ മുതൽ മുതിർന്നവർ മുതൽ എല്ലാവരും, ചില വീടുകളിലൊക്കെ കുടുംബമായിട്ടിരുന്നാണ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നത്. ചിലരാണെങ്കിൽ വ്യക്തികൾ കാണും, കുട്ടികൾ കാണും. അപ്പോൾ ഇവരെല്ലാം കാണുന്ന ഒരു മീഡിയത്തിലേക്ക് വളരെ മോശമായ രീതിയിലാണ് റീൽ ഇടുന്നത്. 3 മിനിറ്റ് കൊണ്ട് ഉള്ള ഒരു റീൽ ഇട്ട്, അല്ലെങ്കിൽ 2 മിനിറ്റ് റീൽ ഇട്ട് കഴിഞ്ഞാൽ ഉടൻ തന്നെ 1 മില്യൺ ആളുകൾ കാണണം. ഇതൊക്കെയാണ് ടാർഗറ്റ്. അങ്ങനെ അങ്ങോട്ട് റീൽ അടിക്കും. ഇത് അടിച്ചടിച്ച് വരുന്നതിൽ വ്യക്തികൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു. അശ്ലീല വീഡിയോകൾ വരുന്നു, വസ്ത്രം അല്പം കുറഞ്ഞുള്ള വീഡിയോകൾ വരുന്നു, പെട്ടെന്ന് വരുന്നു, വസ്ത്രം മാറുന്ന കാര്യങ്ങൾ കാണിക്കുന്നു, ഇങ്ങനെ ശരീരം കാണിക്കുന്നു. ഇങ്ങനെ വളരെ മോശമായ രീതിയിലുള്ള ഒരുപാട് റീലുകളൊക്കെ വരുന്നതിനിടയിലാണ് RJ ബാലുടെയും ഒരു കളിയൂടെ വന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഈ റേഡിയോ ഒക്കെ കേൾക്കുന്ന റേഡിയോ ജോക്കിമാരെ എനിക്കിഷ്ടമാണ്. അവർ മനോഹരമായിട്ട് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷേ RJ അഞ്ജലി അവർ വളരെ മനോഹരമായിട്ട് ഇതൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സ്ത്രീയാണ്, ഒരു വനിതയാണ്. അവരിങ്ങനെ റിയൽ എസ്റ്റേറ്റിനെ കുറിച്ചും ട്രാവലോഗിനെ കുറിച്ചും ഭക്ഷണത്തെക്കുറിച്ചും വസ്ത്രത്തെക്കുറിച്ചും വളരെ മനോഹരമായിട്ട് അവതരിപ്പിക്കും. പക്ഷെ അവതരിപ്പിച്ച് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുക, മറ്റുള്ളവരെ ഇപ്പൊ അവരെ നമ്പർ എടുക്കുന്നു, നമ്പർ എടുത്തിട്ട് പറ്റിക്കും പോലെ വിളിക്കുന്നു. അപ്പോൾ തന്നെ ആളുകളൊന്ന് ഭയക്കുന്നു. എല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ വീട്ടിൽ കൊണ്ടുപോകുമോ, കല്യാണം കഴിക്കൂ, ഇങ്ങനെ ആവശ്യമുള്ളതും ആവശ്യമില്ലാതെ മറ്റൊരാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് വല്ലാതെ കടന്നു കയറി പറഞ്ഞ് തെറിയും പറയുന്നു. ഇപ്പതാ പിടിക്കപ്പെട്ടു, അശ്ലീലം പിടിക്കപ്പെട്ടു, മെഹന്തി ഇടുവോന്ന് ഒരു മെഹന്തി ആർട്ടിസ്റ്റിനെ വിളിച്ച് ചോദിച്ചു, മെഹന്തി ഇടുവോ, അവർ ഓക്കെ പറയുന്നു. മുഖത്ത് ഇടുവോ, ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് ഇടുവോ എന്ന് ചോദിച്ചു, പിന്നെ അശ്ലീലമാകുന്നു. കൂടെ ഇരിക്കുന്നു. ഒരു പ്രാവശ്യം പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലായില്ല, അവർ വീണ്ടും ചോദിക്കുന്നു, അപ്പോൾ വീണ്ടും പറയുന്നു. അങ്ങനെ അശ്ലീലം പറഞ്ഞിട്ട് അങ്ങനെ ശരീരത്തിൻ്റെ ശരീരാന്തർഭാഗങ്ങളിലേക്കൊക്കെ മെഹന്തി ഇടുമോ എന്നൊക്കെ ചോദിച്ച് പോയിരിക്കണം. ആ ചോദ്യത്തിനോ ഉത്തരത്തിനോ RJ അഞ്ജലിയോ കൂടെ ഇരുന്ന പെൺകുട്ടിയോ ഒന്നും പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ തരുന്നൊരു ഇടമുണ്ട്. അത് ഓരോരുത്തരും കവിയാവുകയാണ്, കവയത്രി ആവുകയാണ്, എഴുത്തുകാരനാവുകയാണ്, സാഹിത്യകാരനാവുകയാണ്. അപ്പോൾ ലോകത്തെ ഏറ്റവും കൂടുതൽ സാഹിത്യകാരന്മാരെ ഉത്പാദിപ്പിക്കുന്ന പൂമരൻ എന്നൊക്കെ പറഞ്ഞാൽ പുതിയ വിക്കിപീഡിയയിലൊക്കെ കയറി എന്തെങ്കിലും എടുക്കുക, അത് ഉടനെ തന്നെ അങ്ങോട്ട് സാഹിത്യമാക്കുക, ഉടനെ തന്നെ അങ്ങോട്ട് എഴുതുക. അപ്പോൾ പൂമരന്മാരുടെ ഒരു നാട്ടിലാണ്, പൂമരികളുടെയും നാട്ടിലാണ് നമ്മൾ താമസിക്കുന്നത്. അവിടെ ഈ പൂമരന്മാരുടെയും പൂമരികളുടെ നാട്ടിൽ റീച്ച് കിട്ടാൻ വേണ്ടി എന്തും പറയുക, എന്തും കാണിക്കുക, ഏത് ഭാഷ ഉപയോഗിക്കുക. ഒരു ഉത്തരവാദിത്തപ്പെട്ട റേഡിയോയിൽ നിന്ന്, റേഡിയോ ജോക്കികളുടെ ഉത്തരവാദിത്തപ്പെട്ട റേഡിയോ, നിങ്ങൾ മനോഹരമായ ഗാനം അവതരിപ്പിക്കുന്നു, മനോഹരമായ രസകരമായ ഹ്യൂമർ അവതരിപ്പിക്കുന്നു, മിമിക്രി അവതരിപ്പിക്കുന്നു, മറ്റുള്ളവരുടെ ഡയലോഗ് അവതരിപ്പിക്കുന്നു, സമ്മാനം കൊടുക്കുക. എത്ര മനോഹരമായ പരിപാടികളാണ്. അപ്പോൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ കേൾക്കാൻ നല്ല രസമാണ്. അതിൻ്റെ ഇടയിലാണ് ഈ അശ്ലീല പരിപാടികൾ. എന്തായാലും അയാൾക്ക് പണി കിട്ടിയെന്നാണ് തോന്നുന്നത്. ആ മെഹന്തി ആർട്ടിസ്റ്റ് കൊണ്ട് കേസ് കൊടുത്തു എന്ന് പറയുന്നു. ഇവർ പൊതുവായി വന്ന് അഞ്ജലി ഇന്ന് പുതിയ വീഡിയോ ചെയ്തിട്ട് അതിലൂടെ മാപ്പ് പറയുന്നു. ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ശുദ്ധമായ തെമ്മാടിത്തം പറയാനുള്ള മേഖലയല്ല. എന്തും പറയും, ആരെയും പറയും. ഒരു പരിസ്ഥിതിയെക്കുറിച്ച് പറഞ്ഞാൽ ഉടൻ അവൻ്റെയും അവൻ്റെ ഭാര്യയുടെയും അയാളുടെ മക്കളെയും കുറിച്ച്, ഉടൻ അയാൾ കഴിച്ച ഭക്ഷണം, അയാൾ ചെയ്ത യാത്ര, അയാളുടെ വീട്, അയാൾ ഉപയോഗിക്കുന്ന കാർ ഉടനെ വരും. ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡർ വല്ലതും പറഞ്ഞാൽ അതിനെക്കുറിച്ച് താഴേക്ക് വരും. എന്തൊക്കെയാണ് വരുന്നത് താഴേക്ക്. ഒരാളിൻ്റെ കമന്റ് ബോക്സിൽ കയറി അയാളുടെ സ്വകാര്യത നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ കമന്റുകൾ ഇടുക. അതിന് ഭാഷയൊരു പ്രശ്നമല്ല, അതിന് വോയിസ് ഇടുന്നതിന് പ്രശ്നമല്ല. അങ്ങനെ അശ്ലീലത്തിൻ്റെയും അസംബന്ധത്തിൻ്റെയും ഒരു മേഖലയായി, ചന്തയായി ഇത് മാറുകയാണ്. അപ്പോൾ ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടിയാൽ, അത് കുറച്ച് പണം കൂടെ കിട്ടുമെന്ന് മനസ്സിലാക്കിയാൽ, കുറച്ച് പ്രശസ്തി കൂടെ കിട്ടുമെന്ന് മനസ്സിലായാൽ, കുറച്ച് അധികാരം കൂടുതൽ കിട്ടുമെന്ന് മനസ്സിലായാൽ, മറ്റ് 10 ആളുകൾ തൻ്റെ വീഡിയോയോ തൻ്റെ റീച്ചോ തൻ്റെ റീൽസോ തൻ്റെ വോയിസോ കേൾക്കുമെന്ന് മനസ്സിലായാൽ, ഒരുതരം എക്സിബിഷനിസ സ്വഭാവം, ഒരു പ്രദർശനാത്മകത നമ്മുടെ എല്ലാവർക്കും പബ്ലിക് അറ്റൻഷൻ സീക്കിംഗ് സിൻഡ്രോം എന്നൊക്കെ പറയുന്ന ഒരു അസുഖം തന്നെ ഉണ്ട്. പൊതുജനങ്ങളുടെ അറ്റൻഷൻ പിടിക്കാൻ വേണ്ടി എന്ത് നിലവാരത്തിലേക്കും പോകും. അമ്മയ്ക്ക് വേണമെങ്കിലും അമ്മയെ വേണമെങ്കിലും ഭ്രാന്ത് വരുത്തിച്ച് കാണിക്കും. വളരെ വികലമായ കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ഇവിടെ റേഡിയോ ജോക്കി അഞ്ജലിയുടെ ഉദാഹരണം വെച്ച് ഞാൻ പറഞ്ഞത്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കയറുമ്പോൾ അല്പം ഒന്ന് ശ്രദ്ധിക്കുക, ഔചിത്യം കാണിക്കുക. അവരൻ്റെ സ്വകാര്യതയിലേക്കാണ് നാം കയറുന്നത്. അങ്ങനെ സ്വകാര്യതയിലേക്ക് കയറാൻ നമുക്കൊരു അവകാശവുമില്ല. നമ്മൾ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ മറ്റൊരാളിൻ്റെ സ്വകാര്യതയിൽ കയറുമ്പോൾ നിങ്ങൾക്കും ഒരു സ്വകാര്യതയുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ അത് മറ്റൊരാൾ കയറുമ്പോഴാണ് നിങ്ങൾക്ക് ആ ദുഃഖം മനസ്സിലാവുക. നമ്മുടെ സ്വകാര്യത നമുക്ക് തന്നെ ഇരിക്കട്ടെ, അതുപോലെ തന്നെ മറ്റൊരാളിൻ്റെ സ്വകാര്യത അവർക്ക് തന്നെ ഇരിക്കട്ടെ എന്ന് നാം വിചാരിച്ചുകൊണ്ട് മറ്റൊരാളിൻ്റെ സ്വകാര്യത ഞാൻ സംരക്ഷിക്കുമ്പോഴാണ്, എൻ്റെ സ്വകാര്യത മറ്റൊരാൾ സംരക്ഷിക്കുമ്പോഴാണ് നമ്മൾ പൗരന്മാരാകുന്നത്, ജനാധിപത്യ സമൂഹമാകുന്നത്.